നെഗറ്റീവ് പറയുന്നവരുടെയും കുറ്റം പറയുന്നവരുടെയും ബ്രെയിനിൽ സംഭവിക്കുന്ന 3 അപകടങ്ങൾ. അതിൽ മൂന്നാമത്തതാണ് വളരെ പ്രധാനപ്പെട്ടത്. പഠനങ്ങൾ പറയുന്നത് അവരുടെ ബ്രെയിനിലെ ഹിപ്പോ ക്യാമ്പസ് ചുരുങ്ങാൻ അത് കാരണമാകും. ഹിപ്പോ ക്യാമ്പസ് ആണ് നമ്മുടെ ബ്രെയിനിലെ ഓർമ്മകളെ നിയന്ത്രിക്കുന്നത്. അതുമൂലം ഓർമ്മകൾ ഇല്ലാതാവാൻ കാരണമാകാറുണ്ട്. രണ്ടാമത്തതാണ് കോർട്ടിസോൾ ഹോർമോൺ അനിയന്ത്രിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് റിലീസ് ചെയ്യുമ്പോൾ ബ്രെയിനിനകത്ത് കോർട്ടിസോൾ ഹോർമോൺ സ്ട്രെസ് ഹോർമോണാണ്. ബ്രെയിനിനകത്ത് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡാണ് ഓണാകുക. അതായത് ഒന്നുകിൽ രക്ഷപ്പെടണം അല്ലെങ്കിൽ അതിനെ എതിർക്കണം. ഇതുമൂലം ആങ്സൈറ്റിയും ഡിപ്രഷനും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. മൂന്നാമത്തതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ആളുകളുടെ ബ്രെയിനിനകത്ത് ഒരു നെഗറ്റീവ് ന്യൂറൽ പാത്വേ ഓണാകും. അത് രൂപപ്പെടും. അതിലൂടെ പിന്നീട് ഇവരുടെ കയ്യിലല്ലാതെ ഇതൊരു ഓട്ടോ പൈലറ്റ് മോഡിൽ ഓണായിക്കൊണ്ടേയിരിക്കും. ഇവർ അറിയാതെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കൂടെ ആരെങ്കിലും നെഗറ്റീവ് പറയുന്നവരുണ്ടെങ്കിൽ അവരെ കേൾക്കാതിരിക്കുക. പങ്കാളികളാണെങ്കിലോ നിങ്ങളതിനെ ഐ ഡോണ്ട് റിസീവ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അതിനെ എതിർക്കുക. എന്ന് വെച്ചാൽ നിങ്ങളത് പറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിന്, ഉപബോധ മനസ്സ് നിങ്ങളെ സ്വീകരിക്കില്ല, ആ വാക്കിനെ സ്വീകരിക്കില്ല. നിങ്ങൾ പറയുന്നതാണ് ഉപബോധ മനസ്സ് സ്വീകരിക്കുക. ഉപബോധ മനസ്സിൻ്റെ പ്രത്യേകത അവിടേക്ക് കൊടുക്കുന്ന എന്തിനേയും ആദ്യം അക്സെപ്റ്റ് ചെയ്യും, പിന്നീട് അതിനെ ബിലീവ് ചെയ്യും, പിന്നീട് അതിൽ നിന്നും ബിഹേവ് ചെയ്യും. നിങ്ങളും ഒരു നെഗറ്റീവ് ക്യാരക്ടറാകാൻ അതുമൂലം കാരണമാകും. നെഗറ്റീവ് സ്ഥിരമായിട്ട് കേൾക്കാതെ ഇരിക്കുക. സ്ഥിരമായി നെഗറ്റീവ് പറയുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബ്രെയിൻ വലിയൊരു അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.